എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ജാതകത്തിലെ ഫലചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥാവിശേഷമായിട്ട് നമ്മൾക്ക് ഈ വക്രഗതിയെ പറയാം. ഇതിനെ ജാതകത്തിൽ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടാകും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ആ ഗ്രഹം വക്രഗതിയിലാണ് എന്നാണ് അർത്ഥം. റിട്രോഗ്രേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. നേർഗതിയും വക്രഗതിയും എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് മേടം രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എന്ന് വയ്ക്കുക. ആ ഗ്രഹം 0 ഡിഗ്രി കഴിഞ്ഞ് 1 ഡിഗ്രി 2 ഡിഗ്രി അങ്ങനെ പോയി 30 ഡിഗ്രി വരെ എത്തുന്നു മുന്നോട്ട് സഞ്ചരിച്ച്. അത് കഴിഞ്ഞാൽ ഇടവൻ രാശിയിലേക്ക് കടക്കുന്നു. ഇടവൻ രാശിയിലും അതുപോലെ ആദ്യ ഡിഗ്രി തൊട്ട് അവസാനം വരെ മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കാറുണ്ട്. അതായത് ഇടവൻ രാശിയിൽ നിന്നും മേടത്തിലേക്ക് വരാം. അല്ലായെങ്കിൽ തന്നെ ഇടവൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് വരാതെ ഇടവത്തിൻ്റെ അവസാനത്തിൽ നിന്ന് പുറകോട്ട് സഞ്ചരിച്ച് ആദ്യ ഭാഗത്തിലൊക്കെ എത്താം. ഒരു രാശിയിൽ നിന്ന് തന്നെ പുറകോട്ട് സഞ്ചാരവും സംഭവിക്കാവുന്നതാണ്. അതായത് 28 ഡിഗ്രി 27 ഡിഗ്രി 26 ഡിഗ്രി ആ രീതിയിൽ വരാം. ഇങ്ങനെയുള്ള സഞ്ചാരത്തെ നമ്മൾ വക്രഗതിയായിട്ട് പറയും. ഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ വക്രത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിലെ അനുഭവമായിട്ടാണ് നമ്മളതിനെ പറയേണ്ടത്. സൂര്യന് ചുറ്റുമാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് എന്നറിയാം. അങ്ങനെ ആ സഞ്ചാരപാതയിൽ ചില പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടും. ഇതിനെയാണ് നമ്മൾ വക്രമായിട്ട് ഗ്രഹസ്ഥിതിയിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി ഗ്രഹങ്ങളും വക്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾക്ക് പഠിക്കാം. സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രഗതി ഉണ്ടാകില്ല. അതായത് അവ എല്ലായ്പ്പോഴും നേർഗതിയിൽ മാത്രമായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂര്യൻ ഒരിക്കലും മേടത്തിൽ നിന്ന് മീനത്തിലേക്കോ അല്ലെങ്കിൽ ഇടവത്തിൽ നിന്ന് മീനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാശിയിൽ നിന്ന് തന്നെ പുറകോട്ട് ഒരിക്കലും സഞ്ചരിക്കില്ല. അതുപോലെ തന്നെയാണ് ചന്ദ്രനും. അതായത് പ്രകാശഗ്രഹങ്ങൾ എന്ന് നമ്മൾ മുൻപേ പഠിച്ച ഈ 2 ഗ്രഹങ്ങൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല. അതായത് വക്രഗതി ഇല്ല എന്ന് സാരം. ഇനി താരാഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വ, ബുധൻ, ശുക്രൻ, ശനി, വ്യാഴം എന്നീ 5 ഗ്രഹങ്ങൾക്കാണ് നേർഗതിയും വക്രഗതിയും ഉള്ളത്. ഈ 5 ഗ്രഹങ്ങൾ 2 തരത്തിലുള്ള ചലനത്തിനും വിധേയമാകും. അതായത് നേരെ മുന്നോട്ടും പോകാം, ചില സന്ദർഭങ്ങളിൽ പുറകോട്ടും വരാം. അതാണ് ഈ പറയുന്ന താരാഗ്രഹങ്ങളുടെ സവിശേഷതകൾ. പിന്നീട് നമ്മൾ പറയുന്ന ഛായാഗ്രഹങ്ങൾ, അവ എല്ലായ്പ്പോഴും വക്രത്തിലായിരിക്കും. അതായത് അവ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, മുന്നോട്ട് പോകാറില്ല. മേടത്തിൽ നിന്ന് ഇടവത്തിലേക്കല്ല രാഹു ഒരിക്കലും പോകുന്നത്, മേടത്തിൽ നിന്ന് മീനത്തിലേക്കാണ്. മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക്, കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക്. രാഹുവും കേതുവും ഈ 2 ഗ്രഹങ്ങളും ഛായാഗ്രഹങ്ങളാണ്. ഈ 2 ഗ്രഹങ്ങളും ഒരിക്കലും നേർരേഖയിൽ സഞ്ചരിക്കില്ല, അല്ലെങ്കിൽ നേരെ മുന്നോട്ട് പോകില്ല. രാശിയിൽ നിന്ന് പിറകോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസം മനസ്സിലാക്കുക. സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രത്തിലാകുകയില്ല, നേരെ മാത്രമേ പോകൂ. രാഹുകേതുക്കൾ എല്ലായ്പ്പോഴും വക്രത്തിലായിരിക്കും, അവരൊരിക്കലും നേർഗതിയിലും വരില്ല. ഈ 2 വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതിനിടയിലുള്ള പഞ്ചതാരാഗ്രഹങ്ങൾ എന്ന് പറയുന്ന 5 ഗ്രഹങ്ങൾക്കാണ് 2 തരത്തിലുള്ള ചലനങ്ങളും ഉള്ളത്. അതായത് അവ മുന്നോട്ടും പോകും, ചില സന്ദർഭങ്ങളിൽ പിറകോട്ടും വരും. ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇനി താരാഗ്രഹങ്ങളുടെ തന്നെ വക്രഗതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ശനി, വ്യാഴം, ചൊവ്വ ഈ ഗ്രഹങ്ങളുടെ ഓർബിറ്റ്, സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റ് വളരെ വലുതായതിനാൽ ഇവരുടെ വക്രം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾക്ക് ദൃശ്യമാകുക. അതായത് ഈ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും 120 മുതൽ 120 മുതൽ 120 മുതൽ 240 വരെയുള്ള ഡിഗ്രി അകലത്തിലാണ് എങ്കിൽ, അതായത് സൂര്യനിൽ നിന്നും നമ്മൾ കണക്കാക്കണം. ആ ഒരു ഡിഗ്രി അകലത്തിലാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വേറെ ഒരു കാര്യവും നോക്കാതെ തന്നെ പറയാം, ഈ 2 ഗ്രഹങ്ങളും ഈ 3 ഗ്രഹങ്ങളും അത് വക്രത്തിലായിരിക്കും. അതായത് സൂര്യൻ്റെ ഓപ്പോസിറ്റുള്ള രാശിയോ അതിന് അടുത്തുള്ള രാശിയിലോ ആണ് ഈ പറയുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ആ ഗ്രഹങ്ങൾ വക്രത്തിലായിരിക്കും എന്ന് നമ്മൾക്ക് മറ്റൊരു പഞ്ചാംഗമോ മറ്റേതെങ്കിലും രീതിയിൽ സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കാതെ തന്നെ നമ്മൾക്ക് പറയാം. എന്നാൽ
പഞ്ചതാരാഗ്രഹങ്ങളിലെ ബാക്കി 2 ഗ്രഹങ്ങളായിട്ടുള്ള ശുക്രനും ബുധനും ഇവയുടെ ഓർബിറ്റ് എന്ന് പറയുന്നത് സൂര്യന് വളരെ അടുത്തായതിനാൽ അവ 2 രാശിയിൽ കൂടുതൽ മാറിയിട്ട് ഒരിക്കലും സൂര്യനിൽ നിന്നും അകന്ന് കാണുകയുമില്ല. അതായത് സൂര്യൻ ഇപ്പോൾ കർക്കിടകത്തിൽ നിന്നാൽ ബുധൻ ഒരിക്കലും മകരത്തിലെത്തില്ല. ബുധൻ എല്ലായ്പ്പോഴും ഒന്നുകിൽ മിഥുനത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇടവത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിങ്ങത്തിലായിരിക്കും, അല്ലെങ്കിൽ കന്നിയിലായിരിക്കും. ഈ സൂര്യനോട് വളരെ അടുത്തായിട്ടാണ് ബുധനെയും ശുക്രനെയും കാണുക. അതായത് 2 രാശിയിൽ അധികം മാറിയിട്ട് ഈ ഗ്രഹങ്ങളെ സാധാരണയായിട്ട് കാണാറില്ല. സാധാരണയായിട്ടല്ല എന്നല്ല, കാണാറേ ഇല്ല. കാരണം അവയുടെ ഓർബിറ്റ് വളരെ അടുത്തായതിനാൽ സൂര്യനെ വളരെ അടുത്തായിട്ട് തന്നെയാണ് നമ്മളെല്ലായ്പ്പോഴും ഈ ശുക്രനെയും ബുധനെയും ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ വക്രം നമ്മൾക്ക് കണ്ടെത്തണമെങ്കിൽ പഞ്ചാംഗത്തെയോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്വെയറിനെയോ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഗണിതം കുറച്ച് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ഗണിത ഭാഗങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. ലളിതമായിട്ട് വക്രം എന്താണ് എന്ന് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് വക്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഫലഭാഗം പറയുകയാണ് എങ്കിൽ, വക്രഗ്രഹത്തിലുള്ള ഗ്രഹം നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഭാവമായിട്ടാണോ ബന്ധപ്പെടുന്നത് അവിടെയൊക്കെ ഒരു വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങൾ കണ്ടു എന്ന് വരാം. ഒരു വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെയധികം വൈകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യം നേരെ ചെയ്യാതെ വളഞ്ഞു ചെയ്യുന്നത്, പഴമയുമായിട്ടുള്ള ഒരു ബന്ധം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾക്ക് വക്രത്തിലുള്ള ഗ്രഹങ്ങളെ ആരോപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില ആചാര്യന്മാർ വക്രത്തിലുള്ള ഗ്രഹങ്ങൾക്ക് ഉച്ചത്തിലുള്ള ബലമൊക്കെ കിട്ടുന്നു എന്ന് പറയാറുണ്ട്. അതായത് വളരെയധികം ബലവാനായിട്ട് ഉണ്ടാകും ഒരു ഗ്രഹം വക്രത്തിൽ നിൽക്കുകയാണ് എന്നും ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വക്രം എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നന്നായിട്ട് ഹൃദിസ്ഥമാക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.